ഹേയ് ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. യെസ് ഗൈസ്, ഇവനാണ് ബ്ലാക്കി. അപ്പം വിചാരിച്ചിട്ടുണ്ടാവും ഇത് നമ്മളോടത്ത് പൂച്ചയാണെന്ന്. അല്ല ഗൈസ്, എവിടുന്നോ വിളിഞ്ഞ് കയറി വന്ന ഒരു ബ്ലാക്ക് പൂച്ചയാണ്. അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയാണ് ഇതിന് പേരിട്ടത് ബ്ലാക്കി. ബാക്കിയെല്ലാം സാധാ ബ്ലാക്ക് പൂച്ചകളെ മാതിരിയാണ്. അതിൻ്റെ വാല് കാണാൻ നല്ല രസമാണ് ഗൈസ്, നല്ല തൊപ്പുള്ള പൂച്ചയാണ്. പിന്നെ അതിന് തൊടാനും എല്ലാത്തിനും സമ്മതിക്കും. പിന്നെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞാലൊക്കെ കേൾക്കും. ഏതോ വീട്ടിൽ നിന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ അറിയാത്തത് തോന്നുന്നു. നല്ലൊരു പൂച്ചേനെ തൊടാൻ എല്ലാത്തിനും സമ്മതിക്കൂട്ടോ ഗൈസ്. പിന്നെ വേറൊരു പൂച്ച ഉണ്ടടാ, ഞാനിനി ഇറച്ചിട്ട് കൊടുക്കുമ്പോൾ അത് വന്നു എൻ്റെ അടുത്ത് കാര്യം ഇതാ ഇവൻ കേട്ടോ. വന്നു നോക്കുമ്പോൾ ഞാൻ ഇറച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ചു പോയില്ലേ. അപ്പം ഉണ്ട് ഗൈസ്, അതുണ്ടു മണ്ടുണു. അതിൻ്റെ വിചാരം ഞാനതിന് കാട്ടിച്ചിട്ടാണ്. പിന്നെ ഞാൻ അത് തിന്നണമെന്നില്ലല്ലോ. പിന്നെയാണ് ബ്ലാക്ക് വന്നത്. അപ്പം ഞാൻ ബ്ലാക്കിക്ക് ഇട്ടെടുത്തു. ബ്ലാക്ക് പിന്നെ നമ്മളായിട്ട് വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് അത് തിന്നു. പിന്നെ ടാപ്പൊക്കെ വെള്ളം ഒറ്റിട്ട് പോകണേന്ന് അതൊക്കെ ക്ലോസ് ചെയ്തു. ആ പോയ വെള്ളത്തിൽ നിന്ന് കേട്ടോ ആ പൂച്ച വെള്ളം കുടിച്ചിരുന്നത്. ഞാൻ വെള്ളം വെച്ചെടുത്താലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വെറുതെ മണ്ടും എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. ഞാൻ അടുത്തേക്ക് പോയാൽ തന്നെ ഓടുക. പിന്നെ അത് കുടിക്കില്ല. പിന്നെ ഞാൻ ബ്ലാക്ക് ഇങ്ങനെ നോക്കിക്കിടന്ന് അതിനെ വീഡിയോ എടുത്തു. പിന്നെ അത് പോവുകയാണ്. ക്യൂട്ട്നെസ്സൊക്കെ വാരി പറഞ്ഞിട്ട് അതിനൊരു ബായ് കൊടുത്തു. അപ്പോഴാണ് ഗൈസ് അത് മുഖം തുറക്കണം. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്താണ് സൂം ചെയ്തിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടായതൊരു വൺ ട്വിസ്റ്റാണ്. നിങ്ങൾ കണ്ടു നോക്കിയും ഗൈസ്. എർത്തായതുകൊണ്ട് പിന്നെ ആ പൂച്ചനെ കണ്ണ് തളങ്ങോട് കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. ഇതാ പൂവൻ. ഹോ, പിന്നെ അവർ തമ്മിൽ അടിയായി വഴക്കായി. എൻ്റെ അമ്മോ, വൺ ഫൈറ്റ് ആയിരുന്നു ഗൈസ്. പിന്നെ ഇവരുടെ ഇടയ്ക്ക് ഞാൻ ശല്യമാവേണ്ട എന്നെ അഥവാ ഇവർ തല്ലുകൂടിയിട്ട് മണ്ടിയിട്ട് എൻ്റെ അടുത്ത് കൂടി വന്നാലോ വിചാരിച്ചിട്ട് ഞാനൊക്കെ വീഡിയോ ഒക്കെ ഓഫാക്കി. അപ്പം എന്തായാലും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയി വന്നവർക്കും എല്ലാവർക്കും ബായ്.